എവർ ഗിവൺ എന്ന 400 മീറ്ററിന്റെ കൂറ്റൻ കപ്പൽ സൂയസ് കനാലിന്റെ കുറുകെ ബ്ലോക്ക് ആയിരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. നമ്മുടെ കപ്പൽ ഇപ്പോൾ സൂയസ് കനാൽ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 11 മണിക്ക് മുൻപായിട്ട് നമുക്ക് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സൂയസ് കനാൽ അതോറിറ്റി നിർദ്ദേശിച്ച ഒരു സ്ഥലത്ത് നമ്മൾ നങ്കൂരമിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ രാവിലെ വീണ്ടും അവർ നിർദ്ദേശിച്ച പ്രകാരം നങ്കൂരമൊക്കെ പൊക്കി സൂയസ് കനാലിൻ്റെ എൻട്രൻസ് ലക്ഷ്യമാക്കി പോവുകയാണ്. ഒരു 5 മണിക്ക് ശേഷം പൈലറ്റ് ബോട്ടിൽ കപ്പലിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കപ്പൽ ഇപ്പോൾ വന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്നാണ്. അതായത് സൂയസ് കനാലിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സൂയസ് കനാൽ ഇൻസ്പെക്ടർ, ഏജൻറ്റ്, ക്വാറന്റൈൻ ഓഫീസർ അങ്ങനെ പലരായിട്ട് ഈ 3 ബോട്ടിൽ കപ്പലിൽ കയറി വന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് അവരുടെ ഇൻസ്പെക്ഷന് കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവർ അതേ ബോട്ടിൽ തിരിച്ചു പോയി. ഇപ്പം നമ്മുടെ കപ്പൽ ഇപ്പം നോർത്ത് എൻട്രൻസിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് പോർട്ട് സെയ്ദ് എന്നാണ്. അപ്പം ഇവിടെ എത്തിച്ചേർന്നതോടുകൂടി രണ്ടാമത് ഒരു സെറ്റ് പൈലറ്റും കൂടെ കപ്പലിൽ കയറി വന്നിട്ടുണ്ട്. അപ്പം അവർ വന്നതിന് ശേഷം ആദ്യമേ കപ്പലിൽ വന്ന പൈലറ്റ് ഇറങ്ങിപ്പോയി. അടുത്തതായി നമുക്ക് സൂയസ് ബോട്ട് ക്രൂവിനെയും കൂടെ കപ്പലിലേക്ക് എടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഇമർജൻസി ഘട്ടത്തിൽ കപ്പലിൽ നിന്ന് കയറൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് അവർ വരുന്നത്. പണ്ട് 4 മുതൽ 6 വരെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ജസ്റ്റ് ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി മാത്രം 2 പേര് കപ്പലിൽ കയറി വരാറുണ്ട്. ഭക്ഷണം കഴിച്ച് ഉറങ്ങി സൂയസ് കനാലിൽ അവസാനിക്കുന്നിടത്ത് അവർ ഇറങ്ങിപ്പോകാറാണ് പതിവ്. അങ്ങനെ പയ്യെ നേരമൊക്കെ വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ സൂയസ് കനാൽ. പണ്ട് സൂയസ് കനാൽ വരുന്നതിന് മുമ്പായിട്ട് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കൊക്കെ കപ്പൽ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ സൂയസ് കനാൽ വന്നതോടുകൂടി ഒരു ഷോർട്ട് കട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 7000 കിലോമീറ്ററോളം ലാഭിക്കാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണം കാരണം മേഴ്സ്ക്, MSC മുതലായ വലിയ വലിയ കമ്പനികളുടെ കപ്പലെല്ലാം തന്നെ സൂയസ് കനാൽ ഒഴിവാക്കി ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ദീർഘയാത്ര ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് 50 കപ്പലൊക്കെ ഒരു സൈഡിൽ പൊക്കോണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ 20 കപ്പലൊക്കെയാണ് മാക്സിമം ഒരു ദിശയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു കോൺവോയി രീതിയിലാണ് പോകുന്നത്. അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് കപ്പലുകൾ ഇവിടെ പോകുന്നത്. ഇപ്പം നമ്മുടെ കപ്പൽ ഒരു റോറോ കണ്ടെയ്നർ ഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുൻഗണന കിട്ടിയിട്ടുണ്ട്. നമ്മളാണ് നമ്പർ 1 ആയിട്ട് മുന്നിൽ തന്നെ പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കപ്പലിന് 11 മണിക്ക് മുമ്പായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്ന്. അപ്പോൾ ഓരോ കപ്പലിൻ്റെ സൈസ് അനുസരിച്ചും ടൈപ്പ് അനുസരിച്ചും അതിൽ കൊണ്ടുവന്ന ഗുഡ്സിൻ്റെ അളവനുസരിച്ചും സൂയസ് കനാലിലൂടെ പോകുന്നതിനുള്ള ടോളിൻ്റെ ചാർജ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ കപ്പൽ ഇപ്പോൾ സൂയസ് കനാൽ കടന്നു പോകുന്നതിന് 3 കോടി രൂപയാണ് അവർക്ക് കൊടുക്കേണ്ട ടോൾ ഫീസ്. ഞാൻ നേരത്തെ പറഞ്ഞു 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പം നമുക്ക് 11 മണിക്ക് ശേഷമാണ് അവിടെ എത്തിച്ചേരുന്നതെങ്കിൽ അഡീഷണൽ ചാർജ് കൊടുത്ത് നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ഈ സൂയസ് കനാൽ എൻട്രിയിൽ സൂയസ് കനാലിലൂടെ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അതത്ര ചില്ലറ പൈസയൊന്നുമല്ല. അതായത് 11 മണിക്കും അർദ്ധരാത്രിക്കും ഇടയിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ 5% ടോൾ ഫീ എക്സ്ട്രാ കൊടുക്കണം. അതായത് 3 കോടിയുടെ കൂടെ 15 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അർദ്ധരാത്രിക്കും 1 മണിക്കും ഇടയിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ 30 ലക്ഷം രൂപയും 1 മണിക്ക് ശേഷമാണ് എത്തുന്നതെങ്കിൽ 36 ലക്ഷം രൂപയുമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 11 മണിക്ക് മുമ്പായിട്ട് എത്തി റിപ്പോർട്ട് ചെയ്ത് അടുത്ത ദിവസത്തേക്കുള്ള യാത്രയിൽ അഡീഷണൽ ചാർജൊന്നും ഇല്ലാതെ പോകാൻ നോക്കുന്നത്. ഈ സൂയസ് കനാലിനെ കപ്പലുകാർ മാൾബ്രോ കനാൽ എന്നും കളിയാക്കി വിളിക്കാറുണ്ട്. അതിനുള്ള കാരണം ഈ കപ്പലിൽ വന്നു കയറുന്ന അതോറിറ്റീസും പൈലറ്റ്സൊക്കെ മാൾബ്രോ പോലുള്ള മുന്തിയ ഇനം സിഗരറ്റുകൾ കപ്പലിൽ നിന്ന് സമ്മാനമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മുടെ കപ്പൽ സൂയസ് കനാലിൻ്റെ പല ഭാഗത്തായിട്ടുള്ള സിഗ്നൽ സ്റ്റേഷൻസിൽ അവർ നിർദ്ദേശിച്ച സമയത്താണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു കറക്റ്റ് ടൈം മാനേജ്മെൻറ്റിനായിട്ട് കപ്പലിൻ്റെ സ്പീഡ് കൂട്ടിയും കുറച്ചും ഒക്കെയാണ് പൈലറ്റ് കപ്പലിനെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കപ്പലിൻ്റെ പിറകിലായിട്ട് ബാക്കി കപ്പലുകൾ നിശ്ചിത അകലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന പാലത്തിൻ്റെ പേര് അൽ സലാം ബ്രിഡ്ജ് എന്നാണ്. മുബാരക് പീസ് ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നു. 2001 ജപ്പാന്റെ സഹായത്തോടെയാണ് ഈ ഒരു പാലം സൂയസ് കനാലിൻ്റെ കുറുകെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ കപ്പൽ സൂയസ് കനാലിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കപ്പലിൻ്റെ ഉയർന്ന ഭാഗത്തേക്കുള്ള ഉയരത്തിൻ്റെ അളവൊക്കെ നമുക്ക് അവരെ അറിയിക്കേണ്ടതുണ്ട്. പാലത്തിൽ തട്ടാതെയും മുട്ടാതെയും പോകാൻ പറ്റുന്ന കപ്പലുകളെ മാത്രമേ അതിലൂടെ വിടാറുള്ളൂ. അതുകൊണ്ടാണ് ഈ കപ്പലിൻ്റെ ഉയരമൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കുന്നത്. 194 കിലോമീറ്ററാണ് ഈ ഒരു സൂയസ് കനാലിൻ്റെ മൊത്തത്തിലുള്ള ദൂരം. 2015 സൂയസ് കനാൽ വികസിപ്പിച്ചതോടുകൂടി
ഈ 194 കിലോമീറ്ററിൽ ഏകദേശം 80 കിലോമീറ്ററോളം ദൂരത്തിൽ ഒരേ സമയത്ത് ഇരുദിശയിലേക്കും കപ്പലുകൾക്ക് യാത്ര ചെയ്യാവുന്ന രീതിയിൽ സമാന പാത നിർമ്മിച്ചിരുന്നു. അപ്പോൾ ബാക്കി സ്ഥലങ്ങളിൽ ഒരു സമയത്ത് ഒരു ദിശയിൽ മാത്രമേ കപ്പലിന് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൗത്ത് ബൗണ്ട് തെക്കോട്ടുള്ള കോൺവോയിൽ 20 കപ്പലുണ്ടെങ്കിൽ 20ാമത്തെ കപ്പൽ, അവസാനത്തെ കപ്പൽ ഈ ഒരു വൺ വേ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് എതിർദിശയിൽ നിന്ന് വരുന്ന 1ാമത്തെ കപ്പൽ ആ വൺ വേയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള സമയം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സൂയസ് കോൺവോയ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് കറക്റ്റായിട്ട് പോകുന്നത്. നമ്മുടെ കപ്പൽ സൂയസിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കനാൽ മുഴുവൻ പാസ് ചെയ്ത് പോകാനായിട്ട് 12 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. ആ ഒരു 12 മണിക്കൂറത്തെ യാത്രയാണ് ഞാൻ ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പം 24 മീറ്ററോളം ആഴമുണ്ട് ഈ സൂയസ് കനാലിന്. അതുകൊണ്ട് തന്നെ 20 മീറ്റർ വരെ മുങ്ങിയിരിക്കുന്ന കപ്പലുകൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. 400 മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പുകൾക്കൊക്കെ സുഖമായിട്ട് ഈ സൂയസ് കനാൽ വഴി പോകാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഹൂതികളുടെ ആക്രമണമൊക്കെ കാരണമാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവരുടെ ബിസിനസ് ഡൗൺ ആയി പോയത്. ഇപ്പോൾ ഈ കാണുന്നത് എൽ ഫെർഡാൻ റെയിൽവേ ബ്രിഡ്ജ് എന്ന ഒരു സ്വിംഗ് ബ്രിഡ്ജാണ്. ഇപ്പം കനാലിൻ്റെ കുറുകെ ഈ പാലം കണക്ട് ചെയ്ത് റെയിൽവേ ഗതാഗതം സാധ്യമാക്കാനായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്നാൽ 2015 സൂയസ് കനാൽ വികസിപ്പിച്ചതോടുകൂടി ഇപ്പോൾ ഈ ഒരു പാലം ഉപയോഗിക്കുന്നില്ല. ഭാവിയിൽ തുരങ്കമോ അല്ലെങ്കിൽ വലിയൊരു പാലമൊക്കെ ഉണ്ടാക്കാനാണ് അവരുടെ പദ്ധതി. നമ്മളീ പോകുന്ന വഴിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കപ്പലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇരുവശമുള്ള റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് ഒരു ടഗ് ഉപയോഗിച്ചിട്ട് ഈ ബ്രിഡ്ജിനെ കനാലിന് കുറുകെ ഇട്ട് വണ്ടികളൊക്കെ പോകാനാണ് അത് ഉപയോഗിക്കുന്നത്. കപ്പലോടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിൽ പൈലറ്റ്, ക്യാപ്റ്റൻ, ഡ്യൂട്ടി ഓഫീസർ, കേഡറ്റ്, അതുപോലെ സ്റ്റിയറിംഗ് പിടിക്കാനായിട്ട് ഒരു ഹെൽസ്മാൻ എന്നിവരാണ് ഉള്ളത്. കനാലിലൂടെ പോകുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ മത്സ്യബന്ധന ബോട്ടുകളെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സൂയസ് കനാലിൻ്റെ ഒരു സൈഡിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പല ഭാഗങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇമർജൻസി സിറ്റുവേഷനിൽ കനാലിൻ്റെ കുറുകെ നിമിഷ നേരം കൊണ്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് ഭാഗങ്ങൾ വെച്ച് പാലമുണ്ടാക്കാനും അതുവഴി മിലിറ്ററിക്കാരുടെ ട്രക്കും ടാങ്കുകളൊക്കെ കടത്താനൊക്കെ ആയിട്ടാണ് ഈ ഒരു സംഭവം അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉച്ചയോടുകൂടി 3ാമത്തെ സെറ്റ് പൈലറ്റ് കപ്പലിലേക്ക് വന്ന് കയറുകയാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ 3 സെറ്റ് പൈലറ്റാണ് 12 മണിക്കൂർ ദൂരമുള്ള സൂയസ് കനാൽ ക്രോസ് ചെയ്യാനായിട്ട് കപ്പലിൽ കയറി വരുന്നത്. അപ്പം 3ാമത്തെ ഒരു പൈലറ്റ് വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന 2 പൈലറ്റ്സ് ഇറങ്ങിപ്പോവുകയാണ്. കപ്പലുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓരോ പ്രാവശ്യവും 2 പൈലറ്റ് വീതം വെച്ചാണ് കപ്പലിൽ കയറി വരുന്നത്. കപ്പലൊടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജ് വിട്ടു പോകാൻ പറ്റാത്തതിനാൽ ലഞ്ചൊക്കെ മുകളിലേക്ക് വരുത്തി അവിടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഷിഫ്റ്റ് അനുസരിച്ച് നമ്മുടെ ഡ്യൂട്ടി ഓഫീസേഴ്സും വളയം പിടിക്കുന്ന ഹെൽസ്മാൻ, ഐബിമാരൊക്കെ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കോൺവോയിൽ 1ാമത്തെ കപ്പൽ നമ്മളാണ്. സ്പീഡ് കുറഞ്ഞ കുറേ കപ്പലുകൾ രാത്രി 11 മണിക്ക് ശേഷം സൂയസ് കനാലിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ മധ്യഭാഗത്തുള്ള ബിറ്റർ ലേക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ജലാശയത്തിൽ വന്ന് നങ്കൂരമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കപ്പൽ പോയതിന് ശേഷമാണ് അവർ നമ്മളെ പിന്തുടർന്ന് വരുന്നത്. കപ്പലുകൾ തമ്മിൽ നിശ്ചിത അകലം പാലിക്കാനും ഒക്കെ ആയിട്ട് വേഗത കുറഞ്ഞ കപ്പലുകളെ നേരത്തെ കൊണ്ടുപോയി സൂയസ് കനാലിൻ്റെ മധ്യഭാഗത്തായിട്ട് അവിടെ നങ്കൂരത്തിൽ കിടത്താറുണ്ട്. സൂയസ് കനാലിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഡ്രഡ്ജ് ചെയ്യുന്ന, ആഴം കൂട്ടുന്ന ഡ്രഡ്ജറുകൾ നമുക്ക് കാണാം. അവർ കൂടുതൽ സമാനമായ പാത നിർമ്മിക്കാനായിട്ട് മണലൊക്കെ മാറ്റി കൂടുതൽ വീതിയൊക്കെ കൂട്ടുകയാണ്. സൂയസ് കനാലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ട്രെയിനുകൾ പാസ് ചെയ്ത് പോകുന്നത് കാണാം. നമ്മുടെ കപ്പലിലെ ചാർട്ട്, അതായത് എഗ്ഡിസിൽ നമുക്ക് കാണാൻ സാധിക്കും 2 2-വേ ട്രാഫിക്കിനുള്ള പാസേജ്. 2021 മാർച്ചിൽ എവർഗിവൺ എന്ന 400 മീറ്ററിൻ്റെ കൂറ്റൻ കപ്പൽ സൂയസ് കനാലിൻ്റെ കുറുകെ ബ്ലോക്ക് ആയിരുന്നു. ആ സമയത്തെ അനുസ്മരിപ്പിക്കാനായിട്ട് സൂയസ് കനാലിൻ്റെ വശത്തായിട്ട് ആ കപ്പലിൻ്റെ പടവും ഒരു വലിയ നങ്കൂരത്തിൻ്റെ മാതൃകയൊക്കെ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്, വലിയ സോവനീർ പോലെ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വടക്ക് നിന്ന് തെക്കോട്ടാണ് പോകുന്നതെന്ന്. വടക്കുള്ള ആ എൻട്രൻസിൻ്റെ പേര്, നോർത്തേൺ എൻട്രൻസിൻ്റെ പേര് പോർട്ട് സെയ്ദ് എന്നും, തെക്കുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗൾഫ് ഓഫ് സൂയസും എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് വെൽക്കം ടു ഈജിപ്ത് എന്ന് പറഞ്ഞ ബോർഡൊക്കെ സൈഡിൽ കാണാം. വൈകുന്നേരം ഒരു 3:30 നമ്മൾ എക്സിറ്റ് ആകുന്നത്. അതിന് മുമ്പായിട്ട് നേരത്തെ കയറി വന്ന ബോട്ട് ക്രൂവിനെയൊക്കെ
പറഞ്ഞു വിടേണ്ടതുണ്ട്. നമ്മുടെ ക്രെയിനിൽ തൂക്കിയിട്ടൊക്കെയാണ് അവരുടെ ബോട്ട്. അപ്പം അവർ അതിൽ തന്നെ ഇരുന്ന് നമ്മുടെ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി താഴെ ഇറക്കി. അവരുടെ സമയമായപ്പോൾ അവർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സൂയസ് കനാലിൻ്റെ എക്സിറ്റ് അവസാന ഭാഗമായപ്പോഴത്തേക്കും പൈലറ്റും ബോട്ടിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ ഈ ഒരു സൂയസ് കനാൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.